കേരളത്തിലെ ഏറ്റവും പുതിയ 259 പ്രണയ കൊലപാതകം. കഴിഞ്ഞ ദിവസം ഞാൻ പാനൂർ ജനമൈത്രി പോലീസിന് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാരെല്ലാം വേദി നീണീറ്റങ്ങ് ഓടി. 5 മിനിറ്റ് കഴിഞ്ഞ നേരത്തെ എനക്ക് ഓർമ്മ, ഞാനും പോലീസല്ലേ, ഞാനും പയ്യനോടി. ഇവരൊക്കെ ഓടിയത് എവിടെയാണെന്നറിയോ? ആ പാനൂരുള്ള ആ 22 വയസ്സുകാരി മരിച്ച വീട്ടിൽ. ആ മരിച്ച വീട്ടിൽ നമ്മൾ കണ്ട കാഴ്ച, അവളുടെ ബെഡ്റൂമിൽ ആ സുന്ദരിയായ 22 വയസ്സുകാരി കഴുത്തറുത്ത് മാറ്റിയ നിലയിൽ കിടക്കുന്നു. എന്ത് രസാന്നറിയോ കാണാൻ? ആ സങ്കടം സഹിക്കാൻ പറ്റാതെ ആ ചങ്ങായിലെ പോന്ന പോക്കിലുള്ള കയ്യും വെട്ടിമാറ്റി. അങ്ങനെ പുറത്തിറങ്ങുമ്പോ ആ നാട്ടുകാർ പറഞ്ഞു, 5 കൊല്ലമായി പ്രണയിച്ച ചങ്ങാതിയാണ് ഇത് ചെയ്തത്. എന്ത് നല്ല പ്രണയമാണ്! 5 കൊല്ലം പ്രണയിച്ച് ഏതെങ്കിലും ചങ്ങായിക്ക് കഴുത്തറുത്ത് മാറ്റാൻ പറ്റുമോ? 5 കൊല്ലം പ്രണയിച്ച് ഏതെങ്കിലും ചങ്ങാതിക്ക് അവളുടെ കൈ അല്ലെങ്കിൽ ഏതെങ്കിലും കൈപ്പത്തി മാറ്റാൻ പോയിട്ട് ഒരു കയ്യിൽ പോറലുണ്ടാക്കുന്നത് ഒരു പ്രണയിതാവിന്, ഒരു കാമുകന് പറ്റുമോ? അപ്പൊ അവിടെയാ പറഞ്ഞത് കേരളത്തിലെ പ്രണയം കപട പ്രണയമാണ്. തിക്കോടിയുള്ള കുട്ടി അങ്ങനെ തന്നെയാണ്. MCA-കാരിയായ പെൺകുട്ടി, വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടിയൊന്നല്ല ഇത്. MCA-കാരി, കോളേജ് ലെക്ചറാവാൻ യോഗ്യതയുള്ള കുട്ടിയാ തിക്കോടിയിൽ നിന്ന് കാമുകൻ വലിച്ചഴിച്ചു കൊണ്ടുപോയി പെട്രോൾ കൊളുത്തി കന്നത്. അതിന് ഞാൻ അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, 7 കൊല്ലമുള്ള പ്രണയിക്കുന്ന ചെക്കനാ അത് എന്ന്. വലതുകാൽ വെച്ച് പയ്യോളി തിക്കോടി പഞ്ചായത്ത് ഓഫീസിലേക്ക് ജോലിക്ക് കയറിയ സുന്ദരിയായ MCA-കാരി കുട്ടിയെ ഒരു ചങ്ങാതി മുടിപിടിച്ച് വലിച്ച് റോഡിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി പെട്രോൾ, അവൻ അവിടെ സൂക്ഷിച്ചു വെച്ച പെട്രോൾ എടുത്തിട്ടാ 2 പേരും കത്തി മരിച്ചത്. കണ്ണൂരുള്ള വിസ്മയ എന്ന് പറയുന്ന ഡോക്ടർ വിഭാഗം പഠിക്കുന്ന MBBS സ്റ്റുഡന്റ്, ചില്ലറ കാര്യമല്ല, അവളാണ് കാമുകന്റെ വെടിയേറ്റ് കാമുകനും അവളും മരിച്ചത്. അങ്ങനെ പ്രണയിക്കുന്ന ഏതെങ്കിലും കാമുകന് വെടി കൊടുത്ത് കൊല്ലാൻ പറ്റുമോ കാമുകന്? ഇല്ല.